Hey buddy, eyes up here. VC വുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം VC. സൂപ്പർമാൻ സിനിമയുടെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. റിലീസായിട്ട് 4 ദിവസം കഴിഞ്ഞ് കുറച്ച് ബിസി ആയിപ്പോയി. അഫ്കോഴ്സ് ഇന്ന് വന്നിരിക്കുന്ന ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ്. സൂപ്പർമാൻ എന്ന സിനിമ ഈ ട്രെയിലർ കാണാൻ നേരത്ത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. ഒരു DC സിനിമയുടെ ട്രെയിലറാണോ കാണുന്നതെന്ന് പറയുന്ന അളവിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ DC സിനിമകളൊരു ഡാർക്ക് ടോണിൽ കണ്ട് DC സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ടോൺ ആണ് എന്നൊരു വിചാരം നമുക്ക് വന്നുപോയി. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർമാൻ എന്ന കഥാപാത്രം DC സംബന്ധിച്ചിടത്തോളം ഹോപ്പിനെ മുൻനിർത്തുന്നൊരു കഥാപാത്രമാണ്, ഹോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു സിനിമ എടുത്തുകൊണ്ട് വരുന്നത് തീർച്ചയായിട്ടും ഇത്തരം ബ്രൈറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വരണം. ആൻഡ് അതുമാത്രമല്ല, ഈ സിനിമ DCയുടെയും ഒരു ലാസ്റ്റ് ഹോപ്പാണ്. ഇത് കയ്യിൽ നിന്ന് പോയാൽ DCയെ എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി WB കടലിൻ്റെ അകത്താക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് DCയുടെ ലാസ്റ്റ് ഹോപ്പാണ് ഈ സൂപ്പർമാൻ എന്നൊരു സിനിമ. ഒരു 3 മിനിറ്റ് ട്രെയിലർ, ഒരുപാട് കാര്യങ്ങൾ ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. തുടക്കം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂയിസ് ലെയ്ൻ നമ്മളെ സൂപ്പർമാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണ് കാണിക്കുന്നത്. നമ്മളെ ലൂയിസ് ലെയ്ൻ നോക്കുകയാണെങ്കിൽ എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഒരു ന്യൂസ് റിപ്പോർട്ടർ തന്നെയാണ്. നമ്മളെ സൂപ്പർമാനെ തന്നെ ഫെസ്ട്രേറ്റ് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. സൂപ്പർമാനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥ ഈ ഒരു ട്രെയിലറിൽ നോക്കാൻ നേരത്ത് ഹാമർ ഓഫ് ബെർവിയ എന്നൊരു രാജ്യമുണ്ട്. അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. നമ്മളെ സൂപ്പർമാൻ അവിടെ പോയിട്ട് യുദ്ധം തടുത്ത് നിർത്തി. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പൊളിറ്റിക്കൽ അഫയേഴ്സിന് കാരണമാവുന്നു. കാരണം അത് വേറൊരു രാജ്യമാണ്. സൂപ്പർമാൻ അമേരിക്കയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിറ്റിസണാണ്. അമേരിക്കയിലുള്ള ഒരു സൂപ്പർ ഹീറോ ആണ്. സോ ഒരാൾ വേറൊരു രാജ്യത്തിൻ്റെ അകത്ത് പോയിട്ട് അവിടെ ഉള്ളൊരു യുദ്ധം തടുക്കാൻ നേരത്ത് അഫ്കോഴ്സ് രാജ്യങ്ങൾ തമ്മിൽ തന്നെ അത് യുദ്ധമാവുന്നുണ്ട്. ആൻഡ് ഒരു സീനിൽ പർട്ടിക്കുലർ സീനിൽ നോക്കുകയാണെങ്കിൽ ഈ ഹാമർ ഓഫ് ബെർവിയയുടെ ആൾക്കാർ ന്യൂയോർക്ക് അറ്റാക്ക് ചെയ്യും പോലെ കാണിക്കുന്നുണ്ട്. ആൻഡ് ലെക്സ് ലൂതർ എന്ന കഥാപാത്രത്തിന് ഇതിൽ വളരെ 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 വലിയൊരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം സൂപ്പർമാൻ്റെ വീഴ്ചയെല്ലാം തന്നെ നമ്മളുടെ ലെക്സ് ലൂതർ കണ്ട് ആസ്വദിക്കും പോലെ കാണിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഈ ബെർവിയ ആ ഒരു രാജ്യത്തിൻ്റെ വെപ്പൺസൊക്കെ ഭയങ്കര അഡ്വാൻസറിയാണ്. ആൻഡ് ഒരു കഥാപാത്രമെങ്കിൽ പുതിയ സ്യൂട്ടിട്ട് നമ്മളുടെ സൂപ്പർമാൻ അടിവിടുന്നുണ്ട്. സോ ലെക്സ് ലൂതർ വിചാരിച്ചാൽ മാത്രമേ ഇത്രയും പവർഫുൾ ആയിട്ടൊരു സ്യൂട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സൂപ്പർമാൻ ആക്ച്വലി ഇതിന് ശേഷം വരുന്ന വരായികൾ ആ ഒരു കോൺസിക്വൻസിനെ അത്ര കണക്കിലെടുക്കാതെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേറൊരു രാജ്യത്ത് പോവുകയും ആ രാജ്യത്തിനും വേറൊരു രാജ്യത്ത് നമ്മളുള്ളൊരു ഫൈറ്റും ബേസ് ചെയ്തായിരിക്കും സിനിമ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് അത്രയും നാൾ സൂപ്പർമാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ തീർച്ചയായിട്ടും സൂപ്പർമാൻ എതിരെ തിരിയാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഇൻവൈറ്റഡ് വാർ ചെയ്തൊരു നല്ല കാര്യമാണെങ്കിലും ഒരു വാറിലേക്ക് പോകാൻ ചാൻസ് വളരെ കൂടുതലായി മാറിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ട്രെയിലറിൻ്റെ അകത്ത് ഒരുപാട് ഫൈറ്റ് സീക്വൻസ് നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് കാണാൻ കഴിയും. ഒരു കൈജു ഫൈറ്റും വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരു സീനിൻ്റെ അകത്ത് നമ്മളുടെ ലെക്സ് ലൂതർ നമ്മളുടെ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് നമ്മൾ സൂപ്പർമാൻ്റെ ആ ഒരു ഇതിലോട്ട് പോകുമ്പോൾ കാണിക്കുന്നുണ്ട്. ബേസിക്കലി ഈ ഒരു സാധനം ഓപ്പൺ ആവണമെങ്കിൽ ഒന്നെങ്കിൽ ക്രിപ്റ്റോണിയൻ DNA വേണം സൂപ്പർമാൻ്റെയോ, ഇല്ലെങ്കിൽ ആ ഡോഗിൻ്റെയോ DNA വേണം. പക്ഷേ ഇത് രണ്ടും ഇല്ലാതെ നമ്മളുടെ ലെക്സ് ലൂതർ അതിൻ്റെ അകത്ത് കയറുന്നതായിട്ടും സൂപ്പർമാൻ ഒരു മാൻ അല്ല എന്നും അതൊരു ഇറ്റാണ്, അതൊരു ഏലിയൻ ആണ് എന്നും കണ്ടുപിടിക്കുമ്പോൾ കാണിച്ചിട്ടുണ്ട്. സോ എങ്ങനെ സൂപ്പർമാൻ ആ ഒരു ഇതിൻ്റെ അകത്ത് ഫോർട്രസ് സോളിറ്റ്യൂഡിൻ്റെ അകത്ത് എങ്ങനെ നമ്മളുടെ ലെക്സ് ലൂതർ കയറി കാണും. അവിടെയാണ് വേറൊരു സീൻ വരുന്നത്. ഒരു സീനിൻ്റെ അകത്ത് ഒരു ഫുൾ കറുത്ത സ്യൂട്ടിട്ട് നെഞ്ചിലൊരു സിമ്പിളൊരു കഥാപാത്രം നമ്മളെ സൂപ്പർമാനെ തന്നെ തറയോട് വെച്ച് അമുക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. ടാറിട്ട റോഡ് പൊളിയുന്നുണ്ട്. സോ എല്ലാവരും അൾട്രാമാനാണെന്ന് പറയുന്നുണ്ട്. സോ അൾട്രാമാൻ ആക്ച്വലി സൂപ്പർമാൻ്റെ വേറൊരു വേരിയേഷനാണ്, വേറെ എർത്തിലുള്ള വേറൊരു അൾട്ടർനേറ്റീവ് വേരിയേഷനാണ്. സോ അതായിരിക്കുമോ എല്ലാവരും പറയുന്ന കഥാപാത്രം സൂപ്പർമാൻ്റെ ക്ലോൺ ആണെന്ന് പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കാം, ലെക്സ് ലൂതറിന് സൂപ്പർമാൻ്റെ ആ ഒരു സോളിറ്റ്യൂഡിൽ കയറാൻ പറ്റണമെങ്കിൽ അതിൻ്റെ DNA വേണം. സോ സൂപ്പർമാൻ്റെ ക്ലോണിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലൈമാക്സ് ഫൈറ്റ് സൂപ്പർമാൻ എടുത്തുകൊണ്ട് ചാൻസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ എഞ്ചിനീയർ എന്നൊരു കഥാപാത്രത്തിനെ കാണിച്ചിട്ടുണ്ട്. ഈ കഥാപാത്രത്തിൻ്റെ ബേസ് ചെയ്തൊരു സീരീസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കഥാപാത്രം നമ്മളുടെ ഒരു ടെർമിനേറ്ററൊക്കെ പോലെ ഹ്യൂമൻ ബീങ് ആയിരുന്നു. അതിനുശേഷം അവരുടെ ബോഡിക്കകത്ത് നമ്മളുടെ ഈ മെറ്റാലിക് ഇത് അറ്റാച്ച് ആവുകയും അവർക്ക് അത് വെച്ചത് നാനോ ബോട്ട്സ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കഴിവ് അവർക്കുണ്ട്. ആൻഡ് അവർ നമ്മുടെ ഈ ഫോർട്രസിൽ നമ്മളെ സൂപ്പർമാനെ എതിർത്ത് ഫൈറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. നമ്മളെ ക്രിപ്റ്റോ ആ ഡോഗും ഒക്കെ ആണെങ്കിൽ തൻ്റെ ആ വീട് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴത്തെ ഒരു ഫൈറ്റ് സീനും വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്തുള്ള ന്യൂയോർക്കിനെ അറ്റാക്ക് ചെയ്യുന്ന സീൻസും ആ അറ്റാക്ക് സീൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു പെണ്ണ് അവിടെ നിന്ന് സെൽഫി എടുക്കുന്നത് കാണാൻ കഴിയും. അത് വേറെ ആരുമല്ല, ലെക്സ് ലൂതറിൻ്റെ അസിസ്റ്റൻ്റാണ് ആ ഒരു സെൽഫി എടുക്കുന്നത്.
ആൻഡ് പിന്നെ ഒരു സീനിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റോമോർഫോ എന്നൊരു കഥാപാത്രത്തെ കാണിച്ചിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രമാണ്. പുള്ളിക്ക് ഏത് എലമെൻ്റായിട്ട് മാറാൻ കഴിയും. ആ എലമെൻറ്റിൻ്റെ ഇക്വേഷൻസ് ഉണ്ട് എങ്കിൽ ആ ഏത് എലമെൻ്റായിട്ട് എൻ്റെ ബോഡിയെ മാറ്റാൻ കഴിയും. ഒരു സീനിൽ പർട്ടിക്കുലർ സീനിൽ നമ്മളുടെ സൂപ്പർമാനെ ഒരു ഗ്ലാസ് ചേമ്പറിൻ്റെ അകത്ത് അടച്ചു വയ്ക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. ആൻഡ് ആ റൂം ഫുള്ളായിട്ട് എന്താ പറയുക ഗ്ലാസ് ചേമ്പേഴ്സാണ്. ഇത് ലെക്സ് ലൂതറിൻ്റെ ഫെസിലിറ്റി ആയിരിക്കാം. ആൻഡ് ആ റൂമിൻ്റെ അകത്ത് നമ്മളുടെ മെറ്റോമോർഫ തൻ്റെ കൈ ക്രിപ്റ്റനൈറ്റായിട്ട് മാറ്റിയാണ് അവിടെ ഇരിക്കുന്നത്. സോ നമ്മളുടെ ലെക്സ് ലൂതറിന് ഇപ്പം തന്നെ നമ്മളുടെ സൂപ്പർമാൻ്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലായി. അത് മാത്രമല്ല അവിടെ ഫുൾ കുറേ ഗ്ലാസസ് ഉണ്ട്, അതിനകത്ത് എല്ലാം തന്നെ ആൾക്കാരുണ്ട്. മേ ബി ഇതിലൊക്കെ മെറ്റ ഹ്യൂമൻസ് ആയിരിക്കാം, മേ ബി എന്തെങ്കിലും പവേഴ്സ് ഉള്ള ആൾക്കാരായിരിക്കാം. ഇവരെല്ലാം നമ്മളെ ലെക്സ് ലൂതർ അടച്ചു വെച്ചിട്ടുണ്ടാവാം. മേ ബി ഗവൺമെൻറ്റുമായിട്ട് വർക്ക് ചേർന്ന് തന്നെ നമ്മൾ ലെക്സ് ലൂതർ വർക്ക് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ഈ ഒരു സീൻ്റെ അകത്ത് ഈ ഒരു സിനിമയ്ക്കകത്ത് നോക്കുകയാണെങ്കിൽ സൂപ്പർമാനെ പുറമേ നോക്കുകയാണെങ്കിൽ മിസ്റ്റർ ടെറിഫിക്, ഗ്രീൻ ലാൻഡ്രൻ, ഹോക്ക് ഗേൾ പോലുള്ള സൂപ്പർ ഹീറോസ് ഓൾറെഡി എക്സിസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം മാക്സ്വെൽ ലോഡ് എന്ന് പറയുന്ന ആളുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ സിവിൽ വാർ കഥ തന്നെയാണ്. സൂപ്പർ ഹീറോസിനെ എന്താ പറയുക ഇല്ലീലാക്കി വെച്ചേക്കുന്ന ഒരു രീതി തന്നെയാണ് കാണിക്കുന്നത്. അതായത് മറ്റുള്ളവർ, അതായത് ഇപ്പോൾ മിസ്റ്റർ ടെറിഫിക് ആയാലും ഗ്രീൻ ലാൻഡ്രൻ ആയാലും ഹോക്ക് ഗേൾ ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ എല്ലാ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. സൂപ്പർമാൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന് ആരെങ്കിലും കഷ്ടത്തിലിരിക്കുകയാണെന്ന് തോന്നി അദ്ദേഹം സഹായിക്കാൻ പോകും. അദ്ദേഹത്തിന് രാജ്യമോ അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കാറില്ല. സോ അതിനെ ബേസ് ചെയ്ത് സിനിമ എടുത്തുകൊണ്ട് പോകാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് ഒരു സീനിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സൂപ്പർമാനും ഈ ഒരു ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്തൊരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇത് നമ്മളുടെ സിവിൽ വാർ സിനിമയും അതുപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് പൊളിറ്റിക്സിനെയൊക്കെ കലക്കിയടിക്കാൻ നോക്കുന്ന ഒരു സിനിമയായിട്ട് ബേസിക്കലി തോന്നുന്നത്. സോ ഒരു മോൺസ്റ്ററുമായിട്ട് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. മേ ബി ആ മോൺസ്റ്റർ ക്രിപ്റ്റോണിൽ തന്നെ കൊണ്ടുവന്ന DNA നമ്മളുടെ ലെക്സ് ലൂതർ ഉണ്ടാക്കിയതായിരിക്കാം. ആൻഡ് ട്രെയിലറിൻ്റെ അകത്ത് ഒരുപാടത്ത് നമ്മളെ സൂപ്പർമാൻ മൂടിടിച്ച് വീഴുമ്പോൾ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഫോൾ. അതുപോലെ സൂപ്പർമാനെ ഭയങ്കര ഹ്യൂമനൈസ് ചെയ്യാൻ ട്രെയിലർ ശ്രമിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഹ്യൂമനൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർമാൻ്റെ ആ ഒരു കെൻറ്റ്, ആ ഒരു ഫാമിലി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹ്യൂമൻ സൈഡ് ഞാൻ വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. ലൂയിസ് ലൈൻ സൂപ്പർമാനുള്ള ബന്ധവും കുറച്ച് എന്താ പറയുക ഇൻറ്റൻസ് ആയിട്ട് ട്രെയിലറിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ലുക്കപ്പ് എന്ന് പറഞ്ഞ് സൂപ്പർമാൻ പോകുന്ന സീൻ ഐക്കോണിക് ആയിട്ട് തന്നെ ഉണ്ട്. സോ നിങ്ങൾ എത്ര പേര് ട്രെയിലർ കണ്ടു, ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.